ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്പ്രൈറ്റിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവില്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. അതിന് ശേഷം ഞാൻ ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മാർക്കർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ, താഴ്ഭാഗം നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഞാൻ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുക. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഭാഗം ഇതുപോലെ ആ ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഗ്ലൂ ഗണ്ണാകുമ്പോൾ ചിലപ്പോൾ അത് ഇളകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്ത ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ടിഷ്യൂ പേപ്പർ തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് ഏത് ടൈപ്പ് പേപ്പറാണെങ്കിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്ലാസ് ബോട്ടിലിൻ്റെ ഭാഗം മാത്രമല്ല, മുകളിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒട്ടിച്ച് കൊടുത്തില്ലേ, ആ ഭാഗത്തും ഫുള്ള് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ ഒരു ലെയർ ഞാൻ ഇതുപോലെ പൊളിച്ച് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു സൈഡിൽ ഒരു ലെയർ ഇതുപോലെ പൊളിച്ച് മാറ്റുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ലൈൻ പോലെ നമുക്കുള്ളൊരു ഭാഗം കിട്ടും. അപ്പോൾ അത് ഇതുപോലെ ഞാൻ കത്രിക വെച്ചിട്ട് വീതി കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസൊക്കെ ഒന്നും കൂടെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു ത്രികോണം ഷേപ്പിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ കുറേ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പീസൊക്കെ ആ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഗ്ലാസ് ബോട്ടിൽ ഒട്ടിച്ച് കൊടുത്ത ഭാഗത്ത് മാത്രമേ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അടുപ്പിച്ചല്ല, ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മുകൾ ഭാഗത്തേക്കും ഫുള്ള് കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ മുകൾ ഭാഗത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നില്ല. മുകൾ ഭാഗത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ചുരുട്ടിയിട്ട് അത് ഫുള്ളൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തില്ല കാർഡ്ബോർഡിൻ്റെ പീസ്, അതേ രീതിയിൽ തന്നെ മുകൾ ഭാഗത്തേക്കും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുകൾ ഭാഗത്ത് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ചുരുട്ടിയിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുവാണ്. നിങ്ങളുടെ ടിഷ്യൂ പേപ്പർ എടുക്കാനില്ലെങ്കിൽ അതിന് പകരം ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ, അപ്പോൾ ന്യൂസ് പേപ്പർ നന്നായിട്ട് ചുരുട്ടിയിട്ട് അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതും അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള ചരടൊക്കെ ഉണ്ടെങ്കിൽ അതും ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ട് ഞാൻ മുകളിലേക്ക് ഫുള്ള് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചെടുത്ത ടിഷ്യൂ പേപ്പറൊക്കെ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വേസ് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ബ്ലൂ ആക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. ബ്ലൂവിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ
നമ്മുടെ ഫ്ലവർ വേസ് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ഉൾഭാഗത്ത് ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടില്ല, പുറത്ത് മാത്രമേ ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഫുള്ള് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് ആ ഒരു ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.